ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ജാനുവരി 26 ആഘോഷിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ജാനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി മാറിയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. അവർ നവംബർ 26 1949 തന്നെ ഭരണഘടന പൂർണ്ണമായിട്ടും നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആ ഭരണഘടന നവംബർ 26 1949. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് 75 വർഷം പൂർത്തിയാക്കിയാണ് ഈ നവംബർ 26 ആയപ്പോൾ നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ചിട്ട് 75 വർഷം പൂർത്തിയാവുന്നു. അപ്പോൾ ഈ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടന പിന്നെയും 2 മാസം ഇന്ത്യ കാത്തിരുന്നു ഇന്ത്യ അംഗീകരിക്കാൻ. കാര്യം ജാനുവരി 26 1950 അംഗീകരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, 1929 ലാഹോർ സമ്മേളനത്തിനാണ് കോൺഗ്രസ് ആദ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം തൊട്ടടുത്ത വർഷം 1930 ഇന്ത്യ മുഴുവനും ജാനുവരി 26 കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. ജാനുവരി 26 1930. ആ ജാനുവരി 26 ഓർമ്മയ്ക്കാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജാനുവരി 26 മതി എന്ന് ഭരണഘടനാ നിർമ്മാണ സഭ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ നവംബർ 26 ഭരണഘടന അംഗീകരിച്ചിട്ടും പിന്നെയും 2 മാസം കാത്തിരുന്നു 50 ജാനുവരി 26 വരെ ഇന്ത്യക്ക് അത് അംഗീകരിക്കാൻ. അതാണ് പിന്നീട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി മാറിയത്.